മക്കളെ പ്ലസ് 1 സയൻസ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. യെസ്, 10ാം ക്ലാസ് എക്സാം ഒക്കെ കഴിഞ്ഞു, റിസൾട്ട് ഒക്കെ വന്നു, മിക്ക ആളുകളും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവും, നല്ല മാർക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ ചില ആളുകൾക്ക് ചിലപ്പം വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് പ്ലസ് 1 സയൻസ് എടുക്കാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ പ്ലസ് 1 സയൻസ് എടുക്കുമ്പോൾ നിങ്ങൾ കുറെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളെ സീനിയേഴ്സ് നിങ്ങളെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പറഞ്ഞ് പ്ലസ് 1 സയൻസ് എടുത്തിട്ട് പ്ലസ് 2 സയൻസ് എടുത്തിട്ട് ജീവിതം കുളം തോടി അല്ലെങ്കിൽ കുടുങ്ങിപ്പോയി കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പലപ്പോഴും നമ്മൾ പഠിച്ചപ്പോൾ നമുക്കും ഒരു പോയിന്റിലൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടില്ല, ആഗ്രഹത്തിൽ നമ്മൾ എടുക്കും, പക്ഷെ നമുക്കത് പഠിച്ച് തീർക്കാൻ പറ്റാത്ത സ്ഥിതി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വായിച്ച് പഠിക്കാൻ പറ്റാത്ത നമുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കുറെ റീസൺസ് ഉണ്ട് മക്കളെ. ഒന്ന്, ലാംഗ്വേജിൽ ഉണ്ടാവുന്ന ഒരു ഷിഫ്റ്റ് വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് മലയാളം മീഡിയം സോഫാർ പഠിച്ചുവന്ന കുട്ടികളാണെങ്കിൽ ആദ്യത്തെ 1-2 മാസം ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് വരെ തോന്നിപ്പോ ടേംസ് ഒക്കെ ഇംഗ്ലീഷിലേക്ക് മാറും. ബട്ട് അതൊക്കെ വളരെ താൽക്കാലികമായ പ്രശ്നങ്ങൾ മാത്രമാണ്. ബട്ട് അതൊക്കെ മാക്സിമം നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആ രീതിയിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ടേംസ് നിങ്ങളെ ബേസിക് ആയിട്ട് നിങ്ങളിപ്പോൾ ഫിസിക്സിലും മാത്സിലും പഠിക്കുന്ന മലയാളം ടേംസിന്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ്, സോ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഉണ്ടാവും. സോ മാക്സിമം നിങ്ങൾക്ക് ഏതൊക്കെ മേഖലയിൽ നിങ്ങൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യും. എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പൊ 10th നിന്ന് പ്ലസ് 1ലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ സിലബസിന് നല്ല മാറ്റമാണ്, അതുപോലെ തന്നെ പഠിക്കുന്ന മെത്തേഡ്സിന് നല്ല മാറ്റമാണ്. 10th ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടാവാം. എന്നാൽ പ്ലസ് 1 അങ്ങനെയല്ല, ബിക്കോസ് ടെക്സ്റ്റ് ബുക്ക് NCERT എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ്. സോഫാർ നിങ്ങൾ പഠിച്ചു വരുന്നത് അത് ഒരു പക്ഷേ SCERT ആയിരിക്കും, സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചെങ്കിൽ SCERT ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവും. അത് പെട്ടെന്ന് NCERT-യിലേക്ക് ഷിഫ്റ്റ് ആവാണ്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ SCERT നിർത്തുന്നത് ഇവിടെയാണെങ്കിൽ NCERT തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ചില ചാപ്റ്റേഴ്സ് ഒക്കെ SCERT-ന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് NCERT പോകുന്നുണ്ട്. ചില ചാപ്റ്റേഴ്സ് SCERT നിങ്ങൾ പഠിച്ചത് തന്നെ മീൻസ് SCERT ഇവിടെയാണ് നിർത്തുന്നതെങ്കിൽ കുറച്ചുകൂടി ഹയർ ലെവലായിട്ട് തുടങ്ങുന്നത്. സോ ഇതിന്റെ ഇടയിൽ എന്തുണ്ട്, ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഗ്യാപ്പിലാണ് കുറെ കുട്ടികൾ വീണു, ആ കുഴിയിലാണ് ചാടിപ്പോകുന്നത്. പക്ഷെ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് ബ്രിഡ്ജ് കോഴ്സുകളുണ്ട്. ബ്രിഡ്ജ് കോഴ്സുകൾ എന്ന് പറയുന്നത് ഈ 10ാം ക്ലാസ്സിൽ നിന്ന് പ്ലസ് 1ലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. ആ ബ്രിഡ്ജ് കോഴ്സുകൾ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. പ്ലസ് 1 സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വപ്നം മാത്രമല്ല, നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഈ ബ്രിഡ്ജ് കോഴ്സുകളെല്ലാം നമ്മുടെ ചാനലിൽ ഫ്രീ ആയിട്ട് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടി ഇവരെന്താണ് മിസ് ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനൽ അല്ല കേട്ടോ, ഇതിപ്പോ 10ാം ക്ലാസ്സിന്റെ ചാനലല്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്ലസ് 1 ചാനൽ ഉണ്ട്, അപ്പൊ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ ആ ചാനലിൽ ആദ്യം തന്നെ പോകുന്ന ക്ലാസ്സസ് എന്ന് പറയുന്നത് ബ്രിഡ്ജ് കോഴ്സ് ആയിരിക്കും, എല്ലാ സബ്ജക്റ്റിന്റെയും. മാത്രമല്ല കംപ്ലീറ്റ് അപ്ഡേഷൻസ്. പ്ലസ് 1 ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, അലോട്ട്മെന്റ്സിനെ കുറിച്ചിട്ടും പല കേസസിനെ കുറിച്ചിട്ടും. അതിന്റെ എല്ലാം ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മുടെ പ്ലസ് 1 ചാനലിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇപ്പോഴുള്ള ആളുകളെല്ലാം പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് ഇപ്പൊ ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങൾ എന്തൊക്കെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യുക. പ്ലസ് 1 ചാനൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്, അത് മുഖേന നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ മക്കളെ ഇനി നമുക്ക് പ്ലസ് 1 ചാനലിൽ കാണാം.